നമസ്കാരം. യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിൽ ഉറച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ. വിവാദ പരാമർശത്തിൽ വിമർശനം കടുത്തതോടെയാണ് കുര്യൻ വീണ്ടും വിശദീകരണവുമായി രംഗത്ത് വന്നത്. അതേസമയം താൻ സതുദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് കുര്യൻ വിശദീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ലെന്നും പി.ജെ. കുര്യൻ വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അത് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ CPM ഗുണ്ടായിസം നേരിടണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തിലും നമുക്ക് ചെറുപ്പക്കാർ വേണം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നും പി.ജെ. കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം ചെലവഴിച്ചാൽ മതി. 25 പേരെങ്കിലുമുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം. ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചെത്തിക്കണം. UDF ജയിക്കേണ്ട പല സഹകരണ ബാങ്കുകളിലും വോട്ടിംഗ് ദിവസം CPMന്റെ ചെറുപ്പക്കാർ ബലമായി ബൂത്തുകളിൽ പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ 10 യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നില്ല. ഇങ്ങനെ പോയാൽ പോരാ. അഭിപ്രായം പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞതിൽ ദോഷം എവിടെയാണ്? കൂടുതൽ SFIയെ പരാമർശിച്ചുവെന്ന് മാത്രം. ദുരുദ്ദേശപരമായി ഒന്നുമില്ല. ആരെയും വിമർശിച്ചിട്ടുമില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അവസരം കിട്ടുന്നിടത്ത് പറയും. അതേ അഭിപ്രായം DCCയിൽ 2 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടിയിലെ എല്ലാവരും യൂത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കണം. തൻ്റെ പിന്തുണ ഇതിനകം അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങണം. യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും പി.ജെ. കുര്യൻ ചോദിച്ചു. തനിക്ക് ഡൽഹിയിൽ കഴിഞ്ഞാൽ മതിയല്ലോ. ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിക്കാനാണെന്നും പി.ജെ. കുര്യൻ കൂട്ടിച്ചേർത്തു. തന്നെ സാറേ എന്ന് വിളിക്കുന്നവരുടെ സംസ്കാരമാണ്. കുര്യൻ എന്ന് വിളിച്ചാലും എഡോ എന്ന് വിളിച്ചാലും പരാതിയില്ലെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പി.ജെ. കുര്യനെ പിന്തുണച്ച് രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് സതുദ്ദേശത്തോടെ കാണുന്നു. പാർട്ടി യോഗത്തിലാണ് കുര്യൻ പറഞ്ഞത്. ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും ചെന്നിത്തല പറഞ്ഞു. തരൂർ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം പി.ജെ. കുര്യനെ തള്ളി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിൻ്റേത് സ്തുത്യർഹമായ പ്രവർത്തനമാണെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സർവകലാശാലയെ കലാപഭൂമിയാക്കുന്ന SFI ഒരു വിദ്യാർത്ഥി സംഘടനയല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയുള്ള പി.ജെ. കുര്യന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ നിന്നടക്കം വിമർശനം ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പി.ജെ. കുര്യൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. യാഥാർത്ഥ്യബോധമില്ലാത്ത പരാമർശമെന്നായിരുന്നു KC ജോസഫിന്റെ വാക്കുകൾ. വിമർശനം ഉന്നയിച്ച അതേ വേദിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പി.ജെ. കുര്യന് മറുപടി നൽകിയിരുന്നു. രാഹുലിന്റെ മറുപടിക്ക് പിന്നാലെ നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കളും പരാമർശത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുർക്കിഫിലും പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനും അടക്കമുള്ളവർ രംഗത്തെത്തി. പെരുന്തച്ചൻ കോംപ്ലക്സുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുതെന്നായിരുന്നു ദുൽക്കിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട പ്രായത്തിൽ പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി നിതിൻ നൈനാനും വിമർശിച്ചു. യൂത്ത് പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോൾ തോളിൽ തട്ടി അഭിനന്ദിക്കണമെന്ന് പറയുന്നില്ല, ചവിട്ടി താഴ്ത്തരുത് എന്നായിരുന്നു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദിന്റെ പോസ്റ്റ്. ഒരു പടി കടന്നുകൊണ്ടാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. സൂര്യനെല്ലി കേസ് ഓർമ്മപ്പെടുത്തിയായിരുന്നു ബിന്ദു ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.